വെറുതെ ഗ്യാരേജ് ഇരുന്നപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വണ്ടിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുതിയൊരു വണ്ടി മേടിച്ചാലോന്ന് ആലോചിച്ചത്. അന്നേരം തന്നെ നമ്മൾ ഗൂഗിൾ എടുത്തു. നമ്മളിതേ കാറ് മേടിക്കാൻ പോകുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ, യൂക്ലിക്ക് എന്നാണ് പേര്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരുപാട് കാറുകളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് മേടിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും പെട്ടെന്ന് നോക്കി നോക്കാം. ഓ മൈ ഗോഡ്, ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാണ് ഏത് വണ്ടിയാണ് മേടിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യും കേട്ടോ നമ്മൾ ഏത് വണ്ടിയായിരിക്കും മേടിക്കാൻ പോകുന്നതെന്ന്. ഈ വീഡിയോയിൽ നമ്മൾ വണ്ടി മേടിച്ചതിനെ അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതേ അപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് തന്നെ FMSൻ്റെ ഒരു 1/18 സ്കെയിൽ വണ്ടിയാണ്. നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓ, കാണാനൊക്കെ നൈസാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഈ വണ്ടി ഒന്ന് എടുത്ത് നോക്കിയാലോ. ഓ, അടിപൊളി. ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഹാർഡ് ബോഡിയാണ്. അത്യാവശ്യം ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ ആണെങ്കിലും നൈസാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അടിപൊളി. ഇതേ സസ്പെൻഷൻ കണ്ടല്ലോ. നമുക്ക് എന്താണെങ്കിലും ബാക്കി വണ്ടികളോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് വരുന്ന വണ്ടി നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന വണ്ടി. ഓക്കെ, ഒരു ലാൻഡ് ലോവർ കിടപ്പുണ്ട്. അതും 1/18 സ്കെയിലാണ്. അപ്പോൾ ഇതൂടെ നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഓരോ വണ്ടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ വണ്ടിയും ഇഷ്ടപ്പെടുവാണ് കേട്ടോ. ഇതിലേതാണ് മേടിക്കേണ്ടതെന്നുള്ളത് ഇതൊക്കെ നോക്കി. സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ, അടിപൊളി. പക്ഷെ നമുക്ക് വേണ്ട വണ്ടി ഇതല്ല. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വണ്ടി ഉണ്ടോ, അടിപൊളിയാണ്. ഒരു ഓഫ് റോഡ് സ്പെക്ക് വണ്ടിയാണ്. കളർ കോമ്പോയൊക്കെ അടിപൊളിയാണ്. ഇതോടെ നോക്കിയാലോ. ശരിക്കും നമ്മൾ പടത്തിൽ കാണുന്ന പോലല്ല കേട്ടോ, ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുമാണ് വണ്ടിയുടെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. ഹാർഡ് ബോഡിയാണ്, നൈസാണ് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ എല്ലാ വണ്ടിയും നമുക്ക് മേടിക്കാൻ തോന്നും കേട്ടോ. പക്ഷെ ഇപ്പോഴും ഏതെടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, 70 കിലോമീറ്റർ പോകുന്നൊരു വണ്ടി കിടപ്പുണ്ട്. ഇതേ കിടക്കുന്നു. അത് 1/16 സ്കെയിലാണ്. ഓക്കെ, പക്കാ ഒരു സ്പീഡിനുള്ള വണ്ടിയാണ് കേട്ടോ. ഓ, ഇത് പിന്നെ വേറൊരു സ്റ്റൈലാണ് കേട്ടോ വണ്ടി. ഇത് സ്പീഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വണ്ടിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് സ്പീഡല്ല എന്താണേലും. പക്ഷെ വണ്ടി നൈസാണ് കേട്ടോ. ഓക്കെ, ഒരു 1/10 സ്കെയിൽ വണ്ടി കിടപ്പുണ്ട്. 1/10 സ്കെയിൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കളക്ഷനുള്ളത് 1/10 ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വണ്ടി അതാണ് കേട്ടോ. ഇതെടുത്താലും നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെവിച്ചൻ്റെ ജിപ്സി കിട്ടുമ്പോഴത്തേക്കിനും അതിനെ അത്യാവശ്യം അടിപൊളിയായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്താണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി നമ്മളങ്ങ് നോക്കുന്നൊന്നുമില്ല, ഇത് നമ്മളങ്ങ് മേടിക്കുവാണേ. ഇങ്ങോട്ട് വാടാ. ഒരു കൈ കൊണ്ട് എടുക്കൽ ഇച്ചിരി പാടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ വണ്ടി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ അൺബോക്സ് ചെയ്ത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാമേ. അപ്പോൾ ബോക്സ് ഒക്കെ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ വണ്ടി ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/10 സ്കെയിലാണ്. അതുപോലെ 2.4 GHz ഒരു റിമോട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലാണെങ്കിലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ബാറ്ററിയൊക്കെ ശരിക്കും പറഞ്ഞാൽ 7.4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി ഇൻക്ലൂഡർ ആണ് കേട്ടോ, റിമോട്ടിലല്ല, വണ്ടിയുടെ ബാറ്ററി ഇൻക്ലൂഡർ ആണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതിനെ തുറന്ന് നോക്കാമേ. രണ്ട് സൈഡിലും WPLൻ്റെ ബ്രാൻഡഡ് സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ കളയത്തില്ല കേട്ടോ, ബോക്സൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കും. അതും വേറൊരു രസമാണ്. ഓക്കെ, ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മളെല്ലാ വണ്ടിക്കുള്ള നമ്മുടെ നോർമൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനമാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് നമുക്ക് വണ്ടിയിൽ ഒട്ടിക്കാനുള്ള. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ വണ്ടിയുടെ ആക്സസറീസ് ആണ് കേട്ടോ. ഇതോട്ട് മിറർ, നമ്മുടെ സൈഡിലെ ആൻറ്റിന, അതുപോലെ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞൊരു സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട് അതൊക്കെ അസംബിൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത് നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ മേടിച്ച യൂക്ലിക്കിൻ്റെ ഒരു താങ്ക് യു നോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, യൂക്ലിക്ക്.in എന്നാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വണ്ടികളും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് പെട്ടെന്ന് വണ്ടീനെ അൺബോക്സ് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി കാണാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര നേരം ഈ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സൈഡിൽ വണ്ടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഇത്രയും ഈ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. ബോഡി നല്ല അത്യാവശ്യം നല്ല ഹാർഡ് ബോഡിയാണ് കേട്ടോ. അപ്പോൾ എക്സൈറ്റഡ് ആണ്, പെട്ടെന്ന് തുറന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് റിമോട്ട് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, റിമോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. റിമോട്ടും സെപ്പറേറ്റ് ഒരു പാക്കറ്റാണ് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓക്കെ, ഇവിടെ എല്ലാം പിന്നാണ് കേട്ടോ. നമ്മുടെ മെയിൻ പാക്കറ്റ് മാത്രമേ നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ മോനെ, നമ്മുടെ വണ്ടി അപ്പോൾ അതെ. വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തോ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വണ്ടി അടിപൊളിയാണ് കേട്ടോ. ഓടിച്ച് നോക്കിയിട്ടില്ല, ഞാൻ ലുക്കാണ് പറയുന്നത്. ലുക്ക് ഭയങ്കര രസമുണ്ട്. സ്കെയിൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതേ ഫ്രണ്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി, ലൈറ്റൊക്കെ വർക്കിംഗ് ആണെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഫുള്ള് റാപ്പ് ചെയ്താണ് വന്നേക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാറ്റാവുന്ന സാധനങ്ങളാണ്. വണ്ടി നോ രക്ഷ കേട്ടോ. സസ്പെൻഷൻ
ഓക്കെ, ബാക്കിൽ ഇവിടെ ഒരു ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഓ, അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്പ്രിങ് അല്ല കേട്ടോ, നമ്മുടെ ക്ലാസിക് സാധനമാണ്, പ്ലേറ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ കഴിച്ചു മാറ്റാം. വണ്ടി നോ രക്ഷ. ഇത് ബോഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക റിജിഡ് ബോഡിയാണ് കേട്ടോ. ഡോറ് തുറക്കാൻ പറ്റുമോ? ഡോറ് കണ്ടു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുമെന്ന് തോന്നും, പക്ഷേ തുറക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിതിനെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോറിനെയൊക്കെ തുറക്കാവുന്ന രീതിയിലാക്കും കേട്ടോ. നമ്മുടെ വണ്ടി പോലെ തന്നെ ആക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മിറർ, ഇവിടുത്തെ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഈ പാക്കറ്റിനകത്താണ്. ഇതെല്ലാം നമുക്ക് അസംബിൾ ചെയ്യേണ്ട സാധനങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജിംനിയാണ്, പക്ഷേ നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിപ്സി പോലെയാണ് കേട്ടോ. കാരണം ജിപ്സിയുടെ ആ ഒരു സ്കെയിലുള്ള വണ്ടി നമുക്ക് RC കാർ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ ജിംനീനെ എടുത്തിട്ടാണ് കേട്ടോ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജിപ്സി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ജിപ്സി ഫാനിന് ഈ വീഡിയോ അയച്ചു കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വണ്ടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ബോണറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക നല്ല കട്ടിയുള്ള ബോഡിയാണ് കേട്ടോ. ഒന്നും പറ്റാനില്ല, വണ്ടി മറിഞ്ഞു വീണാലും ഒന്നും പറ്റില്ല. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ക റിയലിസ്റ്റിക് സാധനമാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാക്കും എന്താണെങ്കിലും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ലൈറ്റ് ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടയർ ഉണ്ടല്ലോ, അതൊരു നോർമൽ ടയറാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഒരു സ്കെയിലുള്ള വണ്ടിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഒരു അലോയ് ലുക്കൊക്കെ ഉണ്ട്. ടയർ കുഴപ്പമില്ല, ഡീസൻറ്റ് ടയറാണ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ലിഡും കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കറ്റിലുണ്ട്. ഇത് നമ്മുടെ ഓഫ് റോഡിങ്ങിന് എന്തോരം സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു സ്കെയിലുള്ള വണ്ടി വെച്ചിട്ട് എന്തായാലും ഓഫ് റോഡിങ് നമ്മൾ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ചെയ്യില്ല കേട്ടോ. അതുപോലെ തന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലെ ഡീറ്റെയിലിംഗ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. സ്റ്റിയറിങ്, അതുപോലെ ഗിയർ, സീറ്റ്, ഹാൻഡ് ബ്രേക്ക്, നമ്മുടെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം പക്ക നമ്മുടെ ആ ഒരു ജിപ്സിയുടെ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് കാണണമെങ്കിൽ നമ്മൾ വണ്ടീനെ എന്താണെങ്കിലും ഡോറൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന പോലെ ആക്കണം. അതുപോലെ ഇവിടെ നമ്മൾ ഓപ്പൺ ജിപ്സി ആക്കും, നമ്മുടെ ജിപ്സിയുടെ പോലെ. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രെയിം മാത്രം മെറ്റലാണ് വരുന്നത്. ബാക്കി നമ്മുടെ ഈ കാണുന്ന സാധനങ്ങൾ, ഷാഫ്റ്റും ആക്സിലും കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആണ്. പക്ക നീറ്റാണ് കേട്ടോ വണ്ടി. പാക്കിംഗ് ഉൾപ്പെടെ എല്ലാ സാധനവും പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ വണ്ടിയിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി അടുത്ത സംഭവം നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററി എന്താണെങ്കിലും ബോക്സിനകത്ത് ഞാൻ കണ്ടില്ല. ചിലപ്പോൾ റിമോട്ടിൻ്റെ കവറിനകത്തായിരിക്കും. ചെറിയൊരു റിമോട്ടാണ്. റിമോട്ട് മൊത്തത്തിലൊരു മാറ്റ് ഫിനിഷാണ് കേട്ടോ വരുന്നത്. 3 ചാനൽ റിമോട്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് 2 ബാറ്ററി ഇടണം. ഇവിടെ ഓൺ ആക്കുവാണെങ്കിൽ ഓക്കെ, റിമോട്ട് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ബോക്സിൽ എന്താണെങ്കിലും വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ. അത് ഈ ഒരു പോർഷനിലാണ് നമ്മൾ ബാറ്ററി ഇടേണ്ടത്. ചിലപ്പോൾ അതിനകത്ത് കാണാൻ ചാൻസ്. നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു പോർഷനിലാണ് കേട്ടോ ബാറ്ററി ഇടേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് തുറക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ബാറ്ററി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ബാറ്ററിയാണ് ഇത്. 500 mAh 7.4 വോൾട്ട് ബാറ്ററിയാണ് കേട്ടോ. ബാറ്ററിയൊക്കെ നമ്മൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യും കേട്ടോ. ചാർജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ലൈറ്റ് കത്താൻ തുടങ്ങി. എനിക്കൊന്ന് ഇവിടെ സ്വിച്ച് ഓൺ ആയിരുന്നു കേട്ടോ. വണ്ടി ഓൺ ആയിട്ടുണ്ട്. എക്സൈറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ഇട്ടപ്പോൾ തന്നെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലിങ്കിങ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. നമുക്ക് റിമോട്ട് എടുത്ത് നോക്കാം. ഓക്കെ, വണ്ടി ഓൺ ആയിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ റിമോട്ട് ഓൺ ആക്കാതിരുന്നതുകൊണ്ടാണ് കേട്ടോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മുടെ റിമോട്ടുമായിട്ട് പെയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ലൈറ്റ് പിന്നെ സ്റ്റാറ്റിക് ആയിട്ട് തന്നെ നിൽക്കുവാണ്. ഓക്കെ, നമുക്ക് ടേബിളെ കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ ക്രോളിങ്ങിൻ്റെ സ്പീഡ് ഉണ്ട്. ഇതിൻ്റെ സ്ലോ സ്പീഡ് നോക്കിക്കോണേ. നമുക്ക് ഈ ഒരു സ്പീഡ് ഇതിനെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾക്ക് വരുന്നൊരു ഓപ്ഷൻ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഫ് റോഡൊക്കെ ഈ വണ്ടികളായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീഡാണ് വേണ്ടത്. അത് നൈസായിട്ട് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും വണ്ടി എന്താണെങ്കിലും ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളിതിൻ്റെ ഓഫ് റോഡ് ഓടിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി അറിയാൻ പറ്റുള്ളൂ. നമുക്ക് 2 ടയർ വെച്ച് നോക്കാമേ. കയറുമോ ഇല്ലയോ എന്നറിയാം. കുറച്ച് ഒബ്സ്റ്റക്കിൾ ഉണ്ടാക്കി നോക്കാം. കൂളായിട്ടാണ് വണ്ടി കയറി പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ വീലും കാര്യങ്ങളൊക്കെ ചെറുതായതുകൊണ്ട് ഇത് 1/10 സ്കെയിൽ തന്നെയാണ് കേട്ടോ. ലൈസൻസ്ഡ് വേർഷനാണ്. പക്ഷേ നമ്മൾ നോർമലി കാണുന്ന 1/10 അത്ര എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്കൊന്ന് ജിംനി ആയതുകൊണ്ടായിരിക്കും. ജിംനി കമ്പാരിറ്റീവ്ലി ചെറിയ വണ്ടിയാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്നാലും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് പണിയാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. ഒരുപാട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്.
അതിനു മുമ്പ് നമ്മൾ മെയിൻ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ ഈ പാക്കറ്റ് റിയലിസ്റ്റിക്കലായിട്ടുള്ളൊരു മിറർ വരുന്നുണ്ട് കേട്ടോ. ഇതെന്തോ മെറ്റലാണ്, പക്ഷേ കറക്റ്റ് ഒരു മിററിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കയറ്റി വെച്ചാൽ മതിയായിരിക്കും. ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരു ലോക്കാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. കുറച്ചൊരു കട്ടിയുണ്ട്. മിററൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് മാറുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം നമുക്ക് ഊരി മാറ്റേണ്ടതാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ വരുന്നത് നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വെറുതെ വെച്ചിട്ട് അകത്തേക്ക് ചുമ്മാ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബാക്കിലും ഒരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ 2 വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ വൈപ്പറിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെള്ളം അടിക്കാനുള്ളൊരു സാധനം കൂടെ വരുന്നുണ്ട് കേട്ടോ. അത്രയും ഡീറ്റെയിലിംഗ് ആണ് ശരിക്കും. ഒരു ചെറിയ ഏരിയയിലും വരുന്നുണ്ട് കേട്ടോ. അത് ഇവിടെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അടപ്പ്. പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുള്ള നമ്പർ പ്ലേറ്റ് ആണ്. ഇതും ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. നമ്മുടെ ഒറിജിനൽ വണ്ടിയുടെ നമ്പർ തന്നെ ആയിരിക്കും കേട്ടോ നമ്മളിതിവിടെയൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും വരുന്നുണ്ട്. പിന്നെ വരുന്ന ഇത്ര സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ പാർട്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സസ്പെൻഷനൊക്കെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം സ്പെയർ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സാണ്. ഫസ്റ്റ് നമുക്കപ്പോൾ ബ്രേക്കിലായിട്ട് ഒട്ടിക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിക്കർ, ഇതിൻ്റെ ഫ്രണ്ടിലെ സ്റ്റിക്കർ അങ്ങ് പൊളിച്ച് കളയാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിനകത്തൊക്കെ നമുക്ക് ലൈറ്റ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ലൈറ്റ് ഇതിൻ്റെ കൂടെ ഇല്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളിതിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ നല്ല രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അക്സസറീസ് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇവൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ആണ് കേട്ടോ. പിന്നെ ഈ വണ്ടി മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഇവനെ കൊണ്ടൊന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്തായാലും മുറ്റത്തോട് ഓടിച്ചിട്ട് ഇവൻ്റെ സ്പീഡൊന്ന് നോക്കാം. ഇത് സ്പീഡിന് വേണ്ടിയുള്ളൊരു വണ്ടി അല്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡൊന്ന് അറിയാൻ പറ്റും. ഭയങ്കര ചാട്ടാണ് കേട്ടോ. അതുപോലെ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം അടിപൊളിയാണ് കേട്ടോ. ഫുൾ സ്പീഡിലൊന്ന് ഓടിച്ച് നോക്കിയാലോ. ഇതാണ് കേട്ടോ നമ്മുടെ മാക്സിമം സ്പീഡ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് സ്പീഡിന് വേണ്ടിയുള്ളൊരു വണ്ടിയല്ല. നമുക്കൊരു ചെറിയ ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് വരുന്ന ഇതാണ് മാക്സിമം. പക്ഷേ വണ്ടി ഓടുന്ന കാണാനൊക്കെ നല്ല രസമാണ്. കറക്റ്റ് ഒരു സ്കെയിൽ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവനെ കൊണ്ട് നമുക്കൊന്ന് ഓഫ് റോഡ് പോയി നോക്കിയാലോ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ റിമോട്ടിൽ നമ്മൾ നോർമലി കാണുന്നതിനേക്കാളും ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രേക്ക് എന്നുള്ള സ്വിച്ച് ഞെക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമലി ഓടിക്കുവാണെങ്കിൽ ഇപ്പോൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് നമ്മൾ ആക്സിലേറ്റർ വിടുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയ റോളിംഗ് ഉണ്ടായിരിക്കും. ഇത് കണ്ടോണം, കണ്ടോ ആ ഫ്രണ്ടിലേക്ക് ഉരുണ്ട സാധനം വണ്ടിക്ക് ആ ബ്രേക്കിങ്ങിൻ്റെ ഒരു കുറവാണ് കേട്ടോ. കുറച്ചങ്ങ് ഉരുണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് ഞെക്കിയിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിലേന്ന് കൈ എടുക്കുന്ന സമയത്ത് വണ്ടി അവിടെ നിൽക്കും. കണ്ടോ, സഡൻ ബ്രേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഇവനെ നമ്മളിത് പറമ്പിലൊന്ന് ഓഫ് റോഡ് ഓടിച്ച് നോക്കാൻ പോവാണ്. ഈ പറയുന്ന പോലെ വലിയ കാര്യമായിട്ടുള്ള ഓഫ് റോഡൊന്നും അല്ല. അപ്പോൾ എന്നാലും നമുക്ക് അതിൻ്റെ കേപ്പബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. വണ്ടി കൂളായിട്ട് കയറി പോരുന്നുണ്ട്. വണ്ടിക്ക് വലിപ്പം അതുപോലെ തന്നെ വെയിറ്റും കുറച്ച് കുറവായതുകൊണ്ട് ഈ പറയുന്ന പോലെ പക്ക ഓഫ് റോഡിങ് നമുക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ എന്നാലും ഇവിടെ ചെറിയൊരു മണ്ണിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കയറ്റി നോക്കാം. ഇവിടെ ഒന്നും ഒരു സീനും ഇല്ല. വണ്ടി നല്ല ഉണ്ടോ. ബാക്കിലെ വീല് കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. ഒന്നുകൂടെ കയറ്റി നോക്കാം. ഇത് വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബാക്ക് സൈഡ് കൊഴിഞ്ഞു പോകുന്നത്. ആക്സിഡൻറ്റ്, വണ്ടി മറിഞ്ഞിരിക്കുകയാണ്. ഈ ഹാർഡ് ബോഡി ആയതുകൊണ്ട് അങ്ങനെ ചെറിയ മറിച്ചിലൊന്നും പറഞ്ഞാലും വണ്ടിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റാനില്ല. പവർ എന്താണെങ്കിലും വണ്ടിയുടെ അടിപൊളിയാണ് കേട്ടോ. വണ്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. നമുക്കിതിനെ മോഡിഫൈ ചെയ്യണ്ടേ? അപ്പോൾ ഞാനും ഇഹാങ്കൂട്ടരും കൂടെയാണ് ഈ വണ്ടിയുടെ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വണ്ടി മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.